അപ്പോൾ നമ്മൾ ഇതാ എറണാകുളത്ത് നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടോ, റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി നമുക്കല്ലാതെ ഒരു മൂവിയൊക്കെ കാണാനുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതാട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പാപ്പു? ഫുഡ് കഴിക്കും, മോളിൽ പോകണം, അങ്ങനെയൊക്കെ. അപ്പം എല്ലാവരും ഇല്ല, അവള് മരുന്ന് കഴിച്ചു. അത് രാവിലത്തെ ഒരു ഇത് മാത്രം അല്ലേ. അപ്പം നമുക്ക് പോവാം. പൊറോട്ട കഴിക്കാം. നമ്മൾ ഗ്രീൻ പീസ് കറിയും പിന്നെ കടലക്കറിയും പിന്നെ മുട്ടക്കറി അങ്ങനെയുള്ളൊരു ചായയും പറഞ്ഞു കൂടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു നമ്മൾ ആബിദ ഹോട്ടൽ. ആബിദ ഹോട്ടലാണത്. അല്ല, ഇത് ഗാലക്സി അല്ലേ? ഗാലക്സി ഹോട്ടൽ. ഗാലക്സി ആബിദ നമ്മൾ പോയി, അവിടെയൊക്കെ ക്ലോസ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ ഫോറം മാളിൽ എത്തിയിട്ടുണ്ട്. ഫോറം മാളിലാണ് ഉള്ളത്. പക്ഷെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവിടെ ആരും ഓപ്പൺ ആയിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ രാവിലെയാണ് ഫിലിം ബുക്ക് ചെയ്തിട്ടുള്ളത്. ആമീൻ്റെ മിനിസോ ഒന്നും ഓപ്പൺ ആയിട്ടില്ല അല്ലേ ആമി? നല്ലതാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു നോക്കും. അല്ലെങ്കിൽ ആമിക്ക് അവിടെ കയറേണ്ടി വന്നേനെ. ഇന്നിപ്പോൾ ആമി വേറെ എന്തൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇപ്പോൾ എല്ലാ സമയത്തും ട്രെൻഡിങ് ആയ കൊച്ചിയിലൊരു ക്രാഫ്റ്റ് സ്റ്റോർ ഉണ്ട്. അതിൽ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കയറണം. കാരണം എന്താ വെച്ചാൽ എൻ്റെ യാൺസ് ഒക്കെ തീർന്നിട്ടുണ്ട്. എന്നു വെച്ചാൽ അപ്പോൾ അതിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് ഓക്കെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചിലപ്പം സിനിമ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഓപ്പൺ ആവുന്നേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ കാണാൻ പറ്റിയില്ല അല്ലേ? ഇത്ര നേരത്തെ പോകുന്നു വിചാരിച്ചു. ഇവിടെ നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആമി ടൈം പോകാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. എസ്കലേറ്ററിൽ കയറുക, എന്നിട്ട് തിരിച്ച് ഇറങ്ങി അതേപോലെ വരിക എന്നിട്ടോ. കുറച്ച് റീലും ഒക്കെ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആമിക്ക്. അപ്പോൾ അതിനുശേഷം പിന്നെ ആമി എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റുമോ നോക്കി. പക്ഷെ ഒന്നും ഓപ്പൺ ആവാത്തതുകൊണ്ട് തന്നെ തൽക്കാലം ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ഗെയിം കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഗെയിമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ പാപ്പു അത്ര അങ്ങോട്ട് ആക്റ്റീവായിട്ടില്ല കേട്ടോ. എന്ന് എണീറ്റ് ഉറക്കമൊന്നും കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ആമീൻ്റെ കൂടെ കുറച്ച് നേരത്തേക്ക് ഞാനില്ല കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ് ആൾ. നമ്മൾ നല്ല വെയിറ്റിംഗ് ആണ്. പാപ്പു ഇതാരാ? ഇതിന്റെ ഇവരെ പേര് പറയോ? മൂവി കാണുന്നത് തന്നെ പാപ്പു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്കോൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോപ്കോൺ വാങ്ങിക്കുക എന്നുള്ളതാണ് അവളുടെ ഒരു ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നിടത്ത് വന്ന് പോപ്കോണൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സിനിമ തുടങ്ങാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. എനിക്കിങ്ങനെ പൊതുവെ ക്രൈം സിനിമകളോടൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് ഫണ്ണായിട്ടും കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ളതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ഇച്ചിരി സെൻറ്റിമെൻ്റൽ ആയാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്ന പോലത്തെ ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം പൊതുവെ ഞാൻ അങ്ങനെയുള്ള സിനിമകൾ കാണാൻ പോകാറില്ല. C4, 5, 6. 5. പാപ്പും ആമയൊന്നും സിനിമയൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ ഉറങ്ങൊന്നുമില്ല കേട്ടോ. അവർ കംപ്ലീറ്റ് ഇരുന്ന് കാണും. ആമ പിന്നെ ആദ്യം കാണും. പാപ്പും അതേപോലെ ഒരു സിനിമ തുടങ്ങി അത് കംപ്ലീറ്റ് ഇരുന്ന് കണ്ട് നല്ല ആസ്വദിക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് അതിലത്തെ പാട്ടും സീനൊക്കെ പിന്നെ കണ്ടു കഴിഞ്ഞാലും ആൾ പറയും
നമ്മൾ അന്ന് കണ്ടതല്ലേ എന്നൊക്കെ കേട്ടോ. അതുകൊണ്ട് അവൾ ഫുൾ മൂവി ഇരുന്ന് കാണുന്ന ആളാണ് കേട്ടോ. അപ്പം നമ്മളില്ലേ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഫ്രഞ്ച് ടോസ്റ്റിൽ വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് വേറെ ഫ്രഞ്ച് ടോസ്റ്റിലാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ പോയി നോക്കുകയാണല്ലേ പാപ്പ. Strawberry. These one. Pulse chicken, pulse have chicken, that one. This one is also good only. Pulse chicken with jalapenos, mint chutney, and also butter and mayonnaise. Ketchup കൂടെ തരാമോ? ഇതാണ് ഫ്രഞ്ച് ടോസ്റ്റ്. അത് ബനോഫി. ബനാന. This strawberry. Thank you. അപ്പം അങ്ങനെയാണോ? ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു മൂവിയൊക്കെ കണ്ട് വന്നിരുന്നിട്ട് ഇത് കഴിക്കുകയും കൂടെ ചെയ്തപ്പോൾ സൂപ്പറായിട്ടോ അന്നത്തെ ദിവസം. അതുപോലെ നമ്മൾ കണ്ട മൂവിയും അടിപൊളി പടമായിരുന്നു കേട്ടോ. കുറച്ച് സെൻറ്റിമെൻ്റലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പടം നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബനോഫി ഉണ്ടായിരുന്നു, അതേപോലെ ഒരു ബർഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഒരു സ്ട്രോബെറീൻ്റെ കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ച് തീർന്നു തരണില്ല, അത്രയും ടേസ്റ്റായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു ബർഗർ കഴിച്ചിട്ട് ആകെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ മാറി. ഇതിൻ്റെ ഫില്ലിങ്സും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബർഗറും എല്ലാം തന്നെ കഴിച്ചു. അപ്പം നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായിരുന്നു അപ്പേൻ്റെ അഭിപ്രായം? നിങ്ങൾക്ക് മേടിച്ച് തരണം എന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ രണ്ട് തവണ ഫ്രഞ്ച് ടോസ്റ്റിൽ പലതവണ വന്നപ്പോഴും നമുക്ക് കിട്ടിയില്ല, അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. അപ്പൊ ഇന്നിപ്പോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പാപ്പന് എന്താ ഇഷ്ടപ്പെട്ടെ? എനിക്ക് സോസും ഫ്രഞ്ച്. ആമിക്കോ? ആമി എന്തായിരുന്നു കൂടുതൽ വെച്ചാൽ എന്താണ്? ബനാന ബനോഫി ഫ്രഞ്ച് ടോസ്റ്റും അത് ഭയങ്കര രസമുണ്ടായിരുന്നു അല്ലേ. പിന്നെ ബർഗറും. പിന്നെ എനിക്ക് സ്ട്രോബെറിന്റെ ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. നമ്മളപ്പോൾ നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോവാണ്. ഇനി പോണ വഴിയിലുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് കയറുമ്പോൾ ഞാനത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് സ്ഥലം എവിടെയാണ് കറക്റ്റ് എന്ന് എനിക്ക് അറിയില്ല. ഫ്രഞ്ച് ടോസ്റ്റ് ബേക്കറി ആൻഡ് കിച്ചൺ, ഇതാണ് സംഭവം. ചിറ്റൂർ റോഡ്, എറണാകുളം ചിറ്റൂർ റോഡിലാണ് കേട്ടോ അത് വരുന്നത്. അപ്പം നിങ്ങൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ നമ്മൾ പോവുകയാണ്. നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഫുൾ ഇവിടെ നിന്ന് ഒരു ലോങ് ആയിട്ടൊരു ഇത് പോകുന്നുണ്ടല്ല, എന്താ പറയല്, ദുഃഖവെള്ളിന്റെ ആൾക്കാർ കാൽനട യാത്ര. കുറേ സ്ഥലത്തോട്ട് അവിടെയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോകണം കേട്ടോ. കോഴിക്കോട് എത്തുമ്പോഴേക്കിനും എന്തായാലും ഒരു രാത്രിയാവാൻ ചാൻസ് ഉണ്ട്, ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ അവിടെ നിന്ന് ഡിന്നറും കഴിച്ചിട്ട് നേരെ വയനാട്ടിലേക്ക് പോകാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പയ്യെ നമ്മളങ്ങനെ തിരക്ക് പിടിച്ച് ഹറിബറി യാത്രയൊന്നുമല്ല, പതുക്കെ പോകാമെന്നുള്ളതാണ് കേട്ടോ. അപ്പം വഴിയിൽ എന്തെങ്കിലും നിർത്തണമെന്നെങ്കിൽ നിർത്താം കുട്ടികൾക്കൊക്കെ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പയ്യെ അങ്ങനെ പോവാണ്. അപ്പം നമ്മളെ കൊച്ചി യാത്രയൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചാൽ. അപ്പം ഇനി വേറെ എവിടെയും നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്താണ് നമ്മൾ കഴിക്കാൻ പോണ സാധനം? നമുക്ക് ഇവിടെ കിട്ടുവാണെങ്കിൽ മധുഹൂത്ത് കഴിക്കണം എന്നുള്ളതാണ്. മധുഹൂത്ത്
അപ്പൊ അത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഏടി വെക്കൂ വണ്ടി കഴിക്കാന്നുള്ളതാണ് നമ്മളെ പരിപാടി. അതിന് വേണ്ടിട്ട് നമ്മളിതാ കോഴിക്കോട് ആസ്കോട്ട് ഹോട്ടൽ. അപ്പൊ ഒന്ന് മാറിയിടാ. അപ്പൊ മാറിക്കടാ ബാക്കോട്ട്. അവിടെയൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. നാസി ഇതേപോലെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവരൊരു സൂപ്പ് തരും കേട്ടോ, മട്ടൻ്റെ. നല്ലതാണ് കേട്ടോ, കുറച്ചൊരു സ്പൈസി ഒക്കെ ഉണ്ട്, എന്നാലും നല്ലൊരു സൂപ്പ്, നല്ല കുറച്ച് ചൂടൊക്കെയുള്ള ഒരു അടിപൊളി സൂപ്പൊക്കെ തരും കേട്ടോ. പാപ്പു ആമി എന്ത് കിട്ടിയാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ആമിക്ക് ഇഷ്ടപ്പെട്ടു, ആമി പിന്നെയും കഴിച്ചു കേട്ടോ. പാപ്പുവിന് ഇതിൽ കുറച്ച് സ്പൈസി ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് അത്ര അങ്ങോട്ട് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിയിട്ട് മാത്രം കുടിച്ച് കാണിച്ചു തരുകയാണ് കേട്ടോ. അല്ലാതെ ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുടിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് അങ്ങനെ കഴിയില്ല. അപ്പോൾ എപ്പോഴും മന്തിയൊക്കെ കഴിക്കുന്നത് നമ്മൾ ഇന്നൊന്ന് ഒരു മട്ടൻ മധുഹൂത്ത് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു 20 minutes ഒക്കെ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിക്കൻ വിങ്സും പറഞ്ഞിട്ടുണ്ട്. മധുഹൂത്ത് നല്ല സോഫ്റ്റ് റൈസാണ് കേട്ടോ. അതിൻ്റെ നമ്മൾ മന്തിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റും വേറൊരു ടൈപ്പ് ഫ്ലേവറുമാണ്. അതുപോലെ മട്ടനൊക്കെ നല്ല വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. മന്തിനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലേവറാണ്. പിന്നെ നമ്മൾ പീസൊക്കെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസ് നമുക്ക് അധികം വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും നാസിയും മോളൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പീസ് എക്സ്ട്രാ തന്നെ മേടിക്കാനും പറ്റും കേട്ടോ. അപ്പം നല്ല ഫുഡായിരുന്നു. കോഴിക്കോട് വരികയാണെങ്കിൽ ഇതേപോലെ മധുഹൂത്ത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു യാത്രയിൽ കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വയനാട്ടിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളുടെ ഒരു കൊച്ചി വ്ളോഗിലുണ്ടായിരുന്ന കുറേ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതേപോലെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.